നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. ആരും പ്രതീക്ഷിക്കാത്ത, ഏവരും ഞെട്ടുന്ന, ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത, ചിന്തിക്കുവാനോ സ്വപ്നം പോലും കാണുവാനോ കഴിയാത്ത സ്വർഗീയ ജീവിത ഭരണ പരിവർത്തനം സംബന്ധിച്ച അതിപ്രധാനമായ വീഡിയോയാണ് ഇത്. എന്നെ രക്ഷിക്കണേ എന്നതാണ് ഈ വീഡിയോ വിഷയം. സഹൃദയരെ, ഇനി എന്നെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥന വേണ്ട. ജനസമൂഹം ഇന്ന് അനുഭവിച്ചു വരുന്ന കപട ജനാധിപത്യ ഭരണം ഇനി മറന്നേക്കൂ, എന്നേക്കുമായി മറന്നേക്കൂ. ഇനി നമ്മുടെ ജീവിതം വേറെ ലെവല. ലോക മാനവ ജീവ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ഭരണ പരിവർത്തനം നടപ്പിലാക്കി മനുഷ്യരെ രക്ഷിക്കുവാൻ ലോകത്ത് ആദ്യമായി കേരളത്തിൽ രൂപം കൊണ്ട പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് ന്യൂ ജനറേഷൻ പാർട്ടി ഓഫ് ഇന്ത്യ. ഇതിന് രൂപം കൊടുത്തത് എക്സ് ആർമി മാനും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകനുമായ തിരുവനന്തപുരം സ്വദേശി നോബർട്ട് എ.പി. ആണ്. ഇതിനെന്നെ പ്രേരിപ്പിച്ചത് ഡൽഹി സ്വദേശി ശ്രീ പ്രേംജി സിരോഹി ഫിലോസഫറിൻ്റെ സമ്പൂർണ്ണ സമാധാൻ എന്ന ബുക്കിൻ്റെ ആശയമാണ്. ഓരോ മനുഷ്യനും ചിന്തിക്കുക, നാം ഇന്ന് ജീവിക്കുന്നത് ശാസ്ത്രീയ സാറ്റലൈറ്റ് യുഗത്തിലാണ്. മൊബൈൽ മനുഷ്യ ജീവിതമാകെ മാറ്റിമറിച്ചു. എങ്കിലും അതിൻ്റേതായ ജീവിത പുരോഗതി കൈവരിച്ചിട്ടില്ല. അതിന് കാരണം നിലവിലെ രാഷ്ട്രീയ പാർട്ടികളും ഭരണ ജുഡീഷ്യറി സംവിധാനങ്ങളുമാണ്. പ്രകൃതി വിരുദ്ധമായ പണമെന്ന മഹാമാരണത്തിന് മനുഷ്യനെ അടിമയാക്കി പണം കൊണ്ട് നിയന്ത്രിച്ച് അടക്കി ഭരിക്കുന്ന, സത്യമോ സത്യസന്ധതയോ ഇല്ലാത്ത, മനുഷ്യന് വില പോലും കൽപ്പിക്കാത്ത കപട ഗുണ്ടായിസ ഭീകര ജനചൂഷണ ഭരണം രാജ്യത്തു നിന്നും തുടച്ചു നീക്കുവാൻ ജനങ്ങൾ ഒന്നടങ്കം ഈ പുതിയ രാഷ്ട്രീയ പാർട്ടിയിൽ അണിചേരും. മനുഷ്യൻ്റെ അല്പകാല ജീവിതം കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കി ജീവിക്കുവാൻ വേണ്ടിയുള്ളതല്ല. സർവസ്വതന്ത്ര സന്തോഷ ജീവിതം ആസ്വദിച്ച് ആനന്ദിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിനാവശ്യമായതെല്ലാം വേണ്ടതിലധികം ഈ ഭൂമിയിൽ സുലഭവുമാണ്. എന്നാൽ അതിന് തടസ്സം നിലവിലെ കപട ഭരണ സംവിധാനങ്ങളാണ്. ഈ കാര്യം ഏവരും മനസ്സിലാക്കുക. ന്യൂ ജനറേഷൻ പാർട്ടി ഓഫ് ഇന്ത്യ ഭരണത്തിൽ വന്നാൽ അതിൻ്റെ സവിശേഷതകളിൽ ചിലത് പറയാം. ഒന്നാമതായി, ഭരണ സംവിധാനമാകെ മാറും. രാജ്യത്ത് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രി, MLA-മാരും ഉണ്ടാകില്ല. പകരം അധികാരം പൊതുജനങ്ങളടങ്ങുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കായിരിക്കും. രണ്ടാമതായി, രാജ്യത്ത് പണം നിരോധിക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും യഥേഷ്ടം സൗജന്യമായി ലഭ്യമാക്കും. ശമ്പള വേതന വ്യവസ്ഥകൾ, കച്ചവടങ്ങളെല്ലാം അവസാനിപ്പിക്കും. മൂന്നാമതായി, ഭൂമി ഏവരുടെയും ജന്മ അവകാശമാക്കി മാറ്റും. എന്നാൽ അതിന് യാതൊരുവിധ അതിർവരമ്പുകളും ഉണ്ടാകില്ല. ഇനിയും അനവധി കാര്യങ്ങൾ പറയുവാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. 2029 മുതൽ ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കായി നോബർട്ട് എ.പി.യുടെ നേതൃത്വത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനട യാത്ര സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ഇതുമായി സഹകരിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക. 8221357776. കൂടുതൽ വിവരങ്ങൾക്കായി അടുത്ത വീഡിയോ കാണുക. താങ്ക് യു വെരി മച്ച്.